പ്രശാന്ത് ഏട്ടൻ പറഞ്ഞതുപോലെ ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് അയാളുടെ കുടുംബം പോകുന്നത് ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ അഭിമാനത്തിലാണ് ഇരിക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. കാരണം മറ്റെല്ലാ മാധ്യമങ്ങളും, മറ്റെല്ലാ മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം ഇതിൻ്റെ ഒരു ട്രെൻഡ് വിട്ട സമയത്ത് ഈ നവീൻ ബാബുവിൻ്റെ കേസ് ഈ ന്യൂസുകളിൽ നിന്നെല്ലാം ഒഴിവാക്കിയപ്പോഴും മീഡിയ മലയാളം അത് തുടർച്ചയായി ഫോളോ ചെയ്തിരുന്നു. തുടർച്ചയായി നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അങ്ങനെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കേസ് കൊലപാതകമാണെന്നുള്ള സംശയം ആദ്യം ഉയർത്തിയത് മീഡിയ മലയാളമാണ്. ഇതിൻ്റെ ഉള്ളിലെ ഉള്ളുകള്ളികൾ ഇത് CBI അന്വേഷണത്തിന് വിടണം, ഇത് CBI വന്നാൽ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യവും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതും നമ്മൾ തന്നെയാണ്. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്നൊക്കെ ചില ആളുകൾ വന്ന് കമൻ്റ് ഇടുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോകുന്ന നിമിഷം വരെ, അല്ലെങ്കിൽ CBI അന്വേഷണം വരുന്നത് വരെ, അങ്ങനെ CBI അന്വേഷണം വന്നാൽ മാത്രമേ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ നിമിഷം വരെ ഞങ്ങൾ ഈ വാർത്ത തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ വരെ നമ്മൾ ഈ വാർത്ത ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾക്ക് ഏറെ അഭിമാനിക്കാം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തേത്, നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ഹൈക്കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊരു കൊലപാതകമാണെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസും ഈ സർക്കാരിന്റെ കീഴിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയാൻ പോകുന്നില്ല. PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമായി ഒതുക്കി. പ്രശാന്ത് ഏട്ടൻ അറിയാമല്ലോ, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് കോടതിയിൽ പോലും നിലനിൽക്കാത്ത, കോടതിയിൽ തെളിയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാർജാണ്, അല്ലെങ്കിൽ ഒരു ഒഫൻസാണ് ഈ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത്. അത് ഈ PP ദിവ്യക്കെതിരെ ഒരു പേര് നടപടിയൊക്കെ എടുത്ത് അവസാനം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റവുമായി കോടതിയിൽ എത്തുമ്പോൾ കോടതി PP ദിവ്യയെ വെറുതെ വിടുന്നു. വീണ്ടും ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം PP ദിവ്യ തിരിച്ചു വരുന്ന ഒരു സ്ഥാനത്ത് ഒരു സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞത് ശരിയാണ്. ഇന്ന് വരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൽ ദിവ്യയും ശിക്ഷിക്കപ്പെടില്ല. അപ്പോൾ ഇത് വെറും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമായിട്ട് നമ്മുടെ കോടതിയുടെ രേഖകളിൽ ഒതുക്കപ്പെടുന്ന, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ രേഖകളിൽ ഒതുക്കപ്പെടുന്ന ഒരു സംഭവം മാത്രമായി മാറും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം ഈ CBI അന്വേഷണം വേണം എന്ന ആവശ്യവുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ എന്താണ് കാര്യം? ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ചു കിടക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ വീടിന്റെ ഡോറുകൾ തുറന്നു കിടന്നിരുന്നു. ആരാണ് വാതിൽ തുറന്നിട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നൊരു ന്യായമായ സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് മറുപടിയായി അദ്ദേഹം വാതിൽ തുറന്നിട്ടുകൊണ്ട് കിടക്കാറുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ ന്യായീകരണമായി ക്യാപ്സ്യൂളുകൾ അവതരിപ്പിച്ചത്. അത്തരം ക്യാപ്സ്യൂളുകളൊന്നും മലയാളികളുടെ സാമാന്യ ബോധമുള്ള മലയാളിക്ക് ദഹിക്കില്ല എന്നും അവനത് ചോദ്യം ചെയ്യുമെന്നും ഇവർ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ആ കുടുംബം അതിനെ ചോദ്യം ചെയ്യുമെന്ന് ഇവർ മനസ്സിലാക്കിയില്ല എന്നതാണ്. രണ്ടാമത്തേത് ഈ നവീൻ ബാബു അവിടെ നിന്ന് ഇറങ്ങുന്നു, വീട്ടിലേക്ക് വിളിക്കുന്നു. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നാളെ നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്ന ഒരാൾ, ഡ്രൈവർ ശംസുദ്ദീൻ, അയാൾ ഇദ്ദേഹത്തെ ഒരു മുനീശ്വരൻ കോവിലിന്റെ സമീപത്ത് ഇറക്കി വിടുന്നു. അവിടെ നിന്ന് അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയത്, തിരിച്ചെപ്പോഴാണ് അദ്ദേഹം എത്തിയത്, എന്തുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോവാതിരുന്നത്, ഇതൊക്കെ സംശയാസ്പദമാണ്. പിന്നീട് പിറ്റേന്ന് വന്ന ഡ്രൈവർ എന്താണ് ചെയ്തത്? ഡ്രൈവർ ആദ്യം തന്നെ വന്നപ്പോൾ ഈ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട ഡ്രൈവർക്ക് അകത്തേക്ക് കയറാൻ ഭയമാകുന്നു. പ്രശാന്ത് ഏട്ടൻ്റെ ഒരു ഡ്രൈവർ, നിരന്തരമായി അങ്ങേ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഡ്രൈവർ, എല്ലാ ദിവസവും വന്ന് അങ്ങേ വിളിക്കുന്ന ഡ്രൈവർ, ഒരു ദിവസം അങ്ങയുടെ വീട്ടിന്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കാണുമ്പോൾ ഭയമായിട്ട് അപ്പുറത്തെ വീട്ടിലെ ഒരാളെയും അതുപോലെ തന്നെ മറ്റു ചിലരെയും വിളിച്ചിട്ടാണോ വീട്ടിൽ കയറുക? അല്ല, നേരെ വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ തിരിച്ചിറങ്ങിപ്പോയി വിളിക്കും. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭയമായി എന്നാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കപ്പെടണം. അദ്ദേഹത്തെ ആരാണ് മുനീശ്വരൻ കോവിലിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹം ആരെ കാണാനാണ് പോയത്? അങ്ങനെ അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡ്സ് വളരെ കൃത്യമായി, അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ബോധമുള്ളത് കൊണ്ട്, അവരൊരു ഉദ്യോഗസ്ഥയാണല്ലോ, അവർ ഈ കണ്ണൂരിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നു. ഹർജി കൊടുത്തത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു. സെഷൻസ് കോടതിയിലാണ്. ആ ഹർജി ഇതായിരുന്നു, അതായത് BSNLന്റേത് ഉൾപ്പെടെ നവീൻ ബാബുവിന്റെ ഈ കോൾ ലിസ്റ്റ്, അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം. ഇത് സംരക്ഷിക്കാനുള്ള നടപടി കോടതി സ്വീകരിക്കണം. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത
സാധ്യത കാണുന്നുണ്ട്. ഒരു BSNL അടക്കമുള്ള കമ്പനികൾ 3 മാസം മാത്രമാണ് കോൾ ഡേറ്റ ഇങ്ങനെ വെച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അത് നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ആ നീക്കം നടത്തിയ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് CBI അന്വേഷണത്തിലേക്ക് പോകും, CBI അന്വേഷണത്തിന് കുടുംബം പോകണം. കാരണം ഒരിക്കലും ഈ കേസിനകത്ത് പോലീസ് ഒളിച്ചു കളിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നീതി ഈ കുടുംബത്തിന് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? ദിവ്യയെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ദിവ്യയെ പല പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നു. ദിവ്യയെ എന്താണ് അവിടുത്തെ ചെറിയ ചെറിയ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് ഒരു നിർദ്ദേശം അണികൾക്ക് കൊടുക്കാൻ, ഒരു സൂചന, ഒരു സന്ദേശം അണികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ദിവ്യയ്ക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗോവിന്ദൻ മാഷ് ശ്രമിച്ചിരുന്നു. ഒപ്പം ഈ പറയുന്ന കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട് അരുൺ കെ വിജയൻ ഇതിലുള്ള പങ്ക് എന്താണ് യഥാർത്ഥത്തിൽ അരുൺ കെ വിജയനും നവീൻ ബാബുവും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? ഇവർ തമ്മിൽ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അരുൺ കെ വിജയൻ കൊടുത്ത മൊഴി ശരിയായിരുന്നോ? ഗീതയുടെ റിപ്പോർട്ട്, അതായത് ഈ മരണത്തെ അന്വേഷിക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ ഗീതയെ എന്തായിരുന്നു ലാൻഡ് റവന്യൂ കമ്മീഷണറായിട്ടുള്ള ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള ഗീതയെ നിയോഗിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് ആദ്യം ഈ പറയുന്ന നമ്മുടെ മന്ത്രി, ഈ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ കുറെ നേരം കയ്യിൽ വെച്ചു. ഈ ജാമ്യം കിട്ടിയ ശേഷമാണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ എത്തുന്നത്. മേശപ്പുറത്തെത്തിയ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല, മന്ത്രിസഭാ യോഗത്തിൽ വെച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താ? മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് ഈ കളക്ടർ പറഞ്ഞ നവീൻ ബാബു എന്നെ വന്ന് കണ്ടു, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു മൊഴി കൊടുത്തല്ലോ കോടതിയിൽ. മൊഴി പോലീസ് ഹാജരാക്കി. ആ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ ആ മൊഴി കോടതി വലിച്ചു ദൂരെ കളഞ്ഞു. അടുത്ത തവണ ദിവ്യ ജാമ്യത്തിന് വേണ്ടി ഹാജരായപ്പോൾ, അറസ്റ്റിലായി കഴിഞ്ഞ് ജാമ്യത്തിന് ഹാജരായപ്പോൾ വീണ്ടും അതിൽ കയറി പിടിച്ചു PP ദിവ്യയുടെ വക്കീല് നമ്മുടെ വിശ്വൻ. അതേസമയം പ്രോസിക്യൂഷൻ അവിടെ നിശബ്ദമായി. പ്രോസിക്യൂഷൻ ദിവ്യ അന്വേഷണം അട്ടിമറിക്കും, സ്വാധീനിക്കും, ഭരണസ്വാധീനമുള്ള ആളാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ് എന്നൊക്കെയുള്ള ബാലിശമായ വാദങ്ങളാണ് ഉന്നയിച്ചത്. അത് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി. അവിടെ ഈ പറഞ്ഞ ഗീതയുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പ്രോസിക്യൂഷൻ മിണ്ടിയില്ല. ഇപ്പൊ ഇവിടെ തന്നെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും കണ്ട ശേഷമാണ് ആ റിപ്പോർട്ട് റവന്യൂ മന്ത്രിയുടെ അടുക്കൽ എത്തിയത്. ഈ മാത്രമല്ല, ഇദ്ദേഹം കളക്ടറുടെ മൊഴി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് പ്രത്യേകം സീൽ ചെയ്ത കവറിൽ ആ മൊഴി ഇവർ ഉള്ളടക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ദിവ്യ പോയതിന് ശേഷവും നവീൻ ബാബു പ്രസംഗം തുടർന്നു. അത് ഏതൊരു വിരമിക്കൽ അല്ലെങ്കിൽ സ്ഥലം മാറ്റ ചടങ്ങിലും അവസാനം ഒരു നന്ദി പറച്ചിലുണ്ടാവും. ആ പോകുന്നയാൾ, സ്ഥലം മാറി പോകുന്നയാൾ അല്ലെങ്കിൽ വിരമിക്കുന്നയാൾ നന്ദി പറയും. ഇവിടെ നവീൻ ബാബു നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ സമയത്ത് അദ്ദേഹം ഇതെല്ലാം നിഷേധിച്ചു. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഇത് നിഷേധിച്ചത് കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ജീവനക്കാരിൽ ചിലർ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖകളും ആ വീഡിയോ ക്ലിപ്പുകളും ഈ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിനോടൊപ്പമുണ്ട്. ഇതും റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ട്. ഈ തെളിവുകൾ നഷ്ടപ്പെടാതെ CBIയുടെ കയ്യിലേക്ക് കിട്ടിയാൽ വളരെ കൃത്യമായിട്ട് അന്വേഷണം പുരോഗമിക്കും. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അതോ അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്നുള്ള വിവരം പുറത്തുവരും. അതിന് സ്ഥിരീകരണം ഉണ്ടാവും. ആ കാര്യത്തിൽ വ്യക്തത വരും. തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദികൾ ആരാണോ അവർ പിടിയിലാകും. അതിന് CBI തന്നെ വരണം എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവർ ഇപ്പോൾ CBI അന്വേഷണത്തിന് പോയിരിക്കുന്നത്. അവർ അതിനകത്ത് ഹർജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കളക്ടർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അതിനകത്തുള്ളത്. ഈ കളക്ടർ ഈ രേഖകളെല്ലാം നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം അവിടെ കളക്ടറായിട്ട് തുടരുന്നിടത്തോളം കാലം ഇത് വലിയ അപകടമുണ്ടാകും, തെളിവുകൾ നഷ്ടപ്പെടും എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രശാന്ത് ചേട്ടാ. ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ആ വ്യക്തിയുണ്ട്, അതായത് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആൾ. അയാൾക്കെതിരെ ഇതുവരെ കാര്യമായ അന്വേഷണമൊന്നുമില്ല. മാത്രമല്ല ഈ പറയുന്ന കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണ്ടേ? കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് നടപടി എടുക്കുന്നില്ല. ഇനി ഇദ്ദേഹം ഈ പറയുന്ന സ്വർണം പണയം വെച്ചു എന്ന് പറയുന്നു. സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം വെച്ച സ്വർണം ഇദ്ദേഹം എവിടേക്കാണ് കൊണ്ടുപോയത്, ആർക്കാണ് കൊടുത്തത്? ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയ്ക്ക്, ജീവനക്കാരുടെ ഒരു സംഘടനയ്ക്ക് 1 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട്
ഈ നവീൻ ബാബു മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. മുനീശ്വരം കോവില്, റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ് ഒക്കെ. മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ മുനീശ്വരം കോവിലിൽ അദ്ദേഹത്തെ ഡ്രൈവർ ഷംസുദ്ദീൻ കൊണ്ട് വിട്ടതിന് ശേഷം പിന്നെ ഒരു CCTV ഇല്ല. ഈ CCTVകളെല്ലാം ഒരുമിച്ച് ഇടിവെട്ട് കത്തിപ്പോയോ, ചത്തുപോയോ? അതൊരു ചോദ്യമാണ്. ഈ ചോദ്യം നവീൻ ബാബുവിന്റെ ഭാര്യ ഉന്നയിക്കും എന്നാണ് ഞാൻ അതെ. കരുതുന്നത്. മാത്രമല്ല ഈ ഓട്ടോക്കാർ, അതായത് നവീൻ ബാബുവിന് നടന്നു പോകാൻ കഴിയില്ല. അദ്ദേഹം അങ്ങോട്ട് ഓട്ടോയിലായിരിക്കുമല്ലോ പോയത്. ഈ പറയുന്ന ശംസുദ്ദീൻ ഇറക്കി വിട്ട സ്ഥലത്ത് നിന്ന്, അദ്ദേഹത്തെ ഇറക്കിയ സ്ഥലത്ത് നിന്ന് അദ്ദേഹം എവിടേക്ക് പോയാലും അതൊരു ഓട്ടോയിലായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും വന്ന് കൂട്ടിയതായിരിക്കാനാണ് സാധ്യത. ഇത് CCTVകളിൽ കൃത്യമായി കിട്ടും. അങ്ങനെ ഒരു ഓട്ടോക്കാരനുണ്ടോ, തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് ഏതെങ്കിലും ഓട്ടോയിലാണോ പോയത്, ഈ കാര്യങ്ങളൊക്കെയും അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പെട്രോൾ പമ്പിന്റെ പിന്നിൽ ഏത് ബിനാമിയാണുള്ളത്, ഇതിലൊക്കെ ഉപരിയായിട്ട് പ്രശാന്തേട്ട വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ലോകത്താരും പറയാത്തൊരു ഉഡായിപ്പ് ന്യായം, എനിക്ക് രണ്ടൊപ്പുണ്ട് എന്ന് പറഞ്ഞ മഹാനാണ് ഈ പ്രശാന്തൻ. അതായത് ഈ മുഖ്യമന്ത്രിക്ക് വ്യാജ പരാതി കൊടുത്തത് എന്തിനാണ്, ഇതിന്റെ പുറകിൽ തിരുവനന്തപുരത്തെ ഒരു CPM നേതാവാണ് പ്രവർത്തിച്ചത് എന്ന് പറയപ്പെടുന്നു. ആരാണ് AKG സെന്റർ കേന്ദ്രീകരിച്ച് ഈ ഇരട്ട ഒപ്പിട്ട്, കള്ള ഒപ്പിട്ട്, കള്ളപ്പേരിൽ മുഖ്യമന്ത്രിക്ക് പ്രശാന്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുത്തത് ആരാണ് എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തീർച്ചയായും പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ മീഡിയ മലയാളത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏറെ അഭിമാനിക്കേണ്ട സമയമാണ്. അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് തുടർച്ചയായി ഫോളോ ചെയ്തതും തുടർച്ചയായി ഈ കാര്യത്തെ പറ്റി ചർച്ച ചെയ്തതും എല്ലാ ദിവസവും ഈ കാര്യത്തെ പറ്റി നമ്മൾ വാർത്ത എടുക്കണമെന്ന് നിർബന്ധം പിടിച്ചതും നമ്മുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ധന്യയാണ്. ധന്യ ഇന്ന് ഈ ഫ്ലോറിലില്ല, അസുഖവുമായി ബന്ധപ്പെട്ട് വീട്ടിലാണുള്ളത്. അതുകൊണ്ടാണ് ധന്യക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത്. അതിൽ ധന്യ ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ധന്യയുടെ ഒരു എന്താണ്, അവർ നിരന്തരമായി ഈ പറയുന്ന CBI അന്വേഷണം വേണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഞങ്ങൾ അദ്ദേഹത്തിന് നീതി കിട്ടും വരെ മീഡിയ മലയാളം ഇതിനൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് മറ്റൊരു മീഡിയയ്ക്കും അത് അവകാശപ്പെടാനില്ല. നമ്മുടെ ഒരു എക്സ്ക്ലൂസീവായിട്ട് തന്നെ നമുക്കിത് പറയാവുന്നതാണ്. തീർച്ചയായും.